എവിടേക്കെങ്കിലും ഒരു യാത്ര പോകാൻ തുനിഞ്ഞിറങ്ങിയാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ടാവും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ. സോളോ ട്രിപ്പ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒറ്റയ്ക്കൊന്നും പോവല്ലേ പണി കിട്ടുമെന്നായിരിക്കും ചുറ്റുമുള്ളവരൊക്കെ പറയുന്നത്. പക്ഷെ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു യാത്ര പോയൊരു മിടുക്കിയെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സ്കൂട്ടറിൽ ഒറ്റയ്ക്കൊരു യാത്ര പോയി മലപ്പുറത്തുകാരി ഹിബ സമദ്. അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു അത്. പേടിയോ വേറെ പണിയൊന്നുമില്ല എന്നാണ് ഇത് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നൽകുന്നത്. നമുക്ക് എന്തായാലും ഹിബയുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ പടക്കുതിരയും കൊണ്ടാണ്, എൻ്റെ സ്വന്തം ആക്സസും കൊണ്ടാണ്. ഇത് 19 മോഡലാണ്. ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് യാത്രകൾ ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷമായിട്ട് ഇതിൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ട്. അതിൽ ഞാൻ സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് ഇതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ട്രക്കിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഓരോ മല കയറി മേലെ അതിൻ്റെ ഏറ്റവും പീക്ക് എത്തുമ്പോൾ അവിടെ കിട്ടുന്നൊരു കിക്കുണ്ട്. അതായത് അതിൻ്റെ ടോപ്പ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു കിക്കുണ്ട്. ആ ഒരു കിക്ക് എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. യാത്രകളിൽ മാത്രമേ എനിക്ക് ആ കിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രാന്ത് ഞാൻ വിടാതെ പിന്തുടരുന്നത്. ഇനിയും ചെയ്യും ഒരുപാട്. ഒറ്റയ്ക്ക് ഇതുവരെ പേടി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഒറ്റപ്പെട്ട രാത്രികളിൽ 12 മണിക്കൊക്കെ ഞാൻ ഒരു നേപ്പാൾ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ ഒരു മനുഷ്യല്ലാതെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. സാധാരണ മനുഷ്യന്മാർക്ക് എന്തായാലും ഉള്ളിലുണ്ടാകുന്ന ഒരു സംഭവം എനിക്കണോ, പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ടും ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ടും ഉണ്ടാവേണ്ട എല്ലാ പേടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പറ്റതുള്ളൂ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് മാത്രം. ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അതാണ്, യാത്രകളാണ് ഹിബയുടെ ഹരം. അതൊരു കിക്കാണ് എന്നാണ് ഹിബ പറയുന്നത്. അപ്പോൾ എന്തായാലും ഹിബയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും വലിയ സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒരു പെൺകുട്ടി യാത്ര തിരിക്കുമ്പോൾ പ്രത്യേകിച്ചും നിരുത്സാഹപ്പെടുത്താൻ ചുറ്റിനും ഒരുപാട് പേരുണ്ടാവുമല്ലോ. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഹിബ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാമെന്നുള്ളൊരു ധൈര്യം മനസ്സിലുണ്ട്. അത് തന്നെയാണ് ഹിബയുടെ ഏറ്റവും വലിയ വിജയം, അല്ലേ? ഹിമ, ഈ ഹിബ സമദിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് അടിച്ചില്ലേ? അതാണ്, ഹിബ പോസിറ്റീവാണ്. അത് നമുക്കും ആ ഒരു വൈബ് ഇവിടെ പകർന്നു കിട്ടുന്നുണ്ട്. ലൈഫിൽ ആകെ ഒരു സന്തോഷം കീപ്പ് ചെയ്യുന്നതാണ്. കാരണം വലിയൊരു ആഗ്രഹമായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. യാത്ര ചെയ്തു തന്നെ തുടങ്ങി. ആഗ്രഹം മനസ്സിൽ വെച്ച് നടന്നില്ല, അത് പ്രാവർത്തികമാക്കി. പിന്നീട് ഇപ്പോൾ വലിയ യാത്രകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സഞ്ചാരം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്വപ്ന സഞ്ചാരം ആ ഇരുചക്ര വാഹനത്തിലൊപ്പം കൂടിയിരിക്കുകയാണ്. പലർക്കും അത്ഭുതമൊക്കെ ആയി തോന്നിയേക്കും. പക്ഷെ ഇതൊന്നും ഒരു അത്ഭുതമല്ല. ഇത് നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കുന്നേ ഉള്ളൂ എന്ന് കാണിച്ച് കൗതുകമായി തന്നെ ജീവിതത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഹിബ. അപ്പോൾ നമുക്കൊക്കെ പലർക്കും പല ആഗ്രഹങ്ങളും പല കാരണങ്ങൾ കൊണ്ടൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഇവ നൽകുന്ന സന്ദേശം. ഇവയുടെ അപ്പോൾ ആ സ്വപ്ന സഞ്ചാരം അങ്ങനെ തുടരുക തന്നെ ചെയ്യട്ടെ എന്നാണ് നമുക്കും ആശംസിക്കാനുള്ളത്. നോർത്ത് ഇന്ത്യയൊക്കെ ഉള്ള കറക്കത്തിലാണ്. മുഴുവൻ കറങ്ങി വന്നിട്ട് കേരളത്തിൽ എത്തിയിട്ട് നമുക്ക് ഇവയെ ഒരിക്കൽ കൂടി കാണാം എന്നുള്ളത് തന്നെയാണ് ഹിമ. അതെ, തീർച്ചയായിട്ടും അരുൺ. എന്തായാലും കേരളത്തിലെത്തിയിട്ട് ഹിബയെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണണം. എന്തിന് പേടിക്കണം എന്ന മറുപടി നൽകിക്കൊണ്ടാണ് ഹിബ സ്കൂട്ടറിലുള്ള അവളുടെ യാത്ര എങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്.